ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ചെയ്തു. തേർഡ് ചാപ്റ്റർ ആണ് ഇനി നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ചാപ്റ്റർ 3 ബിസിനസ് എൻവയോൺമെൻറ്റ് ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങളാണ് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം നമ്മൾ പഠിക്കുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ചുറ്റുമുള്ള ബിസിനസ്സിന് പുറമെയുള്ള കാര്യങ്ങൾ, എക്സ്റ്റേണൽ ആയിട്ടുള്ളതിൻ്റെ എല്ലാത്തിനും ടോട്ടാലിറ്റി, അതിനെയാണെന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ബിസിനസ്സിനെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ട്. അതാണ് കസ്റ്റമർ, കോമ്പറ്റീറ്റർ, സപ്ലയർ ഒക്കെ. ദെൻ ജനറൽ ആയിട്ട് ഇൻഡയറക്ട്ലി ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സസ് ആണ് സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ കണ്ടീഷൻസ്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്. മാത്രമല്ല വളരെ കോംപ്ലക്സ് ആണ്, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും, ഡൈനാമിക് ആണ്, അൺസർട്ടൻ ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, റിലേറ്റീവ് ആണ്. ഓരോ സ്ഥലം മാറുന്നതിനനുസരിച്ച് അവിടുത്തെ ബിസിനസ് എൻവയോൺമെന്റ് മാറിക്കൊണ്ടിരിക്കും. ദെൻ നമ്മൾ ഇനി പഠിക്കേണ്ടത് ഇതിൻ്റെ 5 ഡയമെൻഷൻസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ബിസിനസ് എൻവയോൺമെന്റിന്റെ എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ, ലീഗൽ, ഇങ്ങനെ 5 എണ്ണാണുള്ളത്. എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, ആളുകളുടെ ഇൻകത്തിൽ വരുന്ന മാറ്റങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസൈസസ്, റുപ്പിയുടെ വാല്യൂ ഒക്കെ. സോഷ്യൽ എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് വരുന്നത്? കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂസ്, സോഷ്യൽ ട്രെൻഡ്സ്, സൊസൈറ്റീസ് എക്സ്പെക്ടേഷൻ ഫ്രം ബിസിനസ് എല്ലാം. ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ എന്തൊക്കെ വരും? സയന്റിഫിക് ഇംപ്രൂവ്മെന്റ്, ഇന്നോവേഷൻസ്, ഇതൊക്കെയാണ് വരുന്നത്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റിലാണെന്നുണ്ടെങ്കിൽ ജനറൽ സ്റ്റെബിലിറ്റി, ആ രാജ്യത്തെ പീസ്, ഗവൺമെന്റ് ബിസിനസ്സിനോടുള്ള മനോഭാവം, ഇതൊക്കെ. ലീഗൽ എൻവയോൺമെന്റിലാണെന്നുണ്ടെങ്കിൽ കോടതികൾ പാസ്സാക്കിയിട്ടുള്ള പലതരത്തിലുള്ള നിയമങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ 3 നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം 48 മാർക്കാണ്. നമ്മൾ പാസ്സാകും. താഴെ കമന്റ് ചെയ്തിരുന്ന ഞാൻ പാസ്സാകും നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. നമ്മളിലൊരു വിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഫെയിൽ ആവും. നമ്മളെ വിശ്വസിക്കണം, എന്നാൽ മാത്രം മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. ഞാൻ പാസ്സാകും ഇത്തവണ എന്ന് താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.